ഇതിൽ നമ്മുടെ ലാംഗ്വേജ് യുണൈറ്റഡ് സ്റ്റേറ്റ് ആണുള്ളത്. അത് മാറ്റിയിട്ട് നമ്മൾ അതുപോലെ ടൈം എന്നുള്ളത് നമുക്ക് മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാം. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ഇന്ത്യ കൊടുത്തു. അതുപോലെ തന്നെ കീബോർഡ് മെത്തേഡ് ഇംഗ്ലീഷ് ഇന്ത്യ കൊടുത്തു. നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാണ്. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യണം. ഇതിൽ നമുക്ക് വിൻഡോസ് 11 ഹോം ഉണ്ട്, വിൻഡോസ് 11 പ്രോ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ OSൻ്റെ എല്ലാ 64 ബിറ്റിൻ്റെ OSകളാണ്. അപ്പോൾ ഞാനിതിൽ വിൻഡോസ് 11 പ്രോ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി ഞാൻ നെക്സ്റ്റ് കൊടുത്തു. ഇനി ഞാനിതിൽ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇതിൽ ഇവർ പറയുന്ന ടേംസ് ആൻഡ് ലൈസൻസിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് കൊടുക്കുന്നു. ഇനി ഇതിൽ 2 ഓപ്ഷനുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു വിൻഡോസ് ഉണ്ടെങ്കിൽ അതിനെ അപ്ഗ്രേഡ് ചെയ്യേണ്ട ഓപ്ഷനാണ് ഈ ഫസ്റ്റ് ഓപ്ഷൻ. അത് ചെയ്യുന്ന സമയത്ത് അതിലെ മുഴുവൻ ഫയലുകളും ആപ്ലിക്കേഷനും അവിടെ കീപ്പ് ചെയ്യും. എന്നെ സംബന്ധിച്ച് ഒരു പുതിയ ഫ്രഷായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കസ്റ്റം എന്നുള്ള 2ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൽ നമ്മുടെ ടോട്ടൽ പാർട്ടീഷൻ നമുക്കിതിൽ കിട്ടുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമായി നമ്മുടെ മുഴുവൻ പാർട്ടീഷൻ ഞാൻ ഡിലീറ്റ് ചെയ്തിടാണ്. എനിക്ക് വേറൊന്നും ഇതിൽ വേണ്ട, എല്ലാ സാധനവും ഞാൻ ഡിലീറ്റ് ചെയ്യണം. ഒരു ഫ്രഷായിട്ട് ഞാൻ ഇതിനെ പാർട്ടീഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. 1 TBൻ്റെ ഹാർഡ് ഡിസ്ക്കാണ്. അപ്പോൾ ഈ 1 TBൻ്റെ ഹാർഡ് ഡിസ്കിൽ ഞാൻ ഇതിനെ പാർട്ടീഷൻ ചെയ്യണമെങ്കിൽ എത്ര കൊടുക്കണം എന്നുള്ള രീതിയിലേക്ക് നമുക്കതിനെ സെറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു ഇതിൽ ഒരു പാർട്ടീഷൻ കൊടുത്തു. അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ ഇതിന് 2 ഉണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ അഗെയിൻ ഒരു ഡബിൾ പാർട്ടീഷനും കൂടി സെറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ 2 പാർട്ടീഷൻ മതിയെങ്കിൽ സിയും ഡിയും മതിയെങ്കിൽ സിയും ഡിയും പറ്റി സെറ്റ് ചെയ്യുക. ഇതിനല്ല ഇത് വേണമെങ്കിൽ ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പം ഇത് 2 കൂടി ഒരു പാർട്ടീഷൻ എന്ന രീതിയിൽ സെറ്റ് ചെയ്തു, അപ്ലൈ കൊടുത്തു. പിന്നെ ഞാൻ ഈ ഫസ്റ്റ് ഈ പാർട്ടീഷനിൽ ഞാൻ ഇൻസ്റ്റാളേഷൻ ഡിസ്ക് സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് അടിച്ചു. ഇപ്പോൾ നമ്മുടെ വിൻഡോസിൻ്റെ ഫയൽ കോപ്പി ചെയ്യാണ്. ഇനിയിപ്പോൾ ഗെറ്റിംഗ് ഫയൽ റെഡി ഫോർ ഇൻസ്റ്റാളേഷൻ. ഇനിയിപ്പോൾ 0% നിന്ന് 100%ലേക്ക് പോകണം. അത് നമ്മൾ വെയിറ്റ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ വിൻഡോസ് 11 ഓപ്പണായി വരികയാണ്. അതിൽ ഞാൻ ആദ്യം തന്നെ നമ്മുടെ കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്തിരിക്കുന്നു. എസ് അടിച്ചു. ഇനി കീബോർഡ് ഇംഗ്ലീഷ് ഇന്ത്യ സെലക്ട് ചെയ്തു. എസ് അടിച്ചു. എനിക്ക് തൽക്കാലം കീബോർഡ് ലേഔട്ടൊന്നും വേണ്ട, ഞാൻ സ്കിപ്പ് ചെയ്തു. ഇനി ചെക്കിംഗ് ഫോർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെക്ക് ചെയ്യാണ്. അടുത്തത് ഡിവൈസിൻ്റെ പേര് കൊടുക്കാനുള്ള ഓപ്ഷനാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പേര് കൊടുക്കുന്നു. നെക്സ്റ്റ് അടിച്ചു. ഇതിൽ ഡിവൈസ് ഞാൻ പേഴ്സണൽ യൂസ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ ഞാനതിൽ സൈൻ ഇൻ ഓപ്ഷൻ കൊടുത്തിട്ട് ഞാൻ ഓഫ്ലൈൻ അക്കൗണ്ട് എന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്തു. മൈക്രോസോഫ്റ്റ് ഓഫ്ലൈൻ സ്കിപ്പ് നൗ കൊടുത്തു. അപ്പോൾ എൻ്റെ നെയിം ചോദിച്ചു. യെസ്, നമ്മുടെ വിൻഡോസ് ഓപ്പണായി കിട്ടിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ വിൻഡോസ് 11. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് മെനു ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്.
ഇതാണ് ഇത് എഡ്ജുണ്ട്, മെയിലുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമ്മുടെ വിൻഡോസ് 11 ഇൻസ്റ്റാളേഷൻ പൂർത്തിയായിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് പിന്നീട് കാണാം.